നമസ്തേ. പാലക്കാടാട്ടോ. പാലക്കാട് ജില്ലയിൽ നെന്മാറയിലാണ്. അവിടെ പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേല നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഫ്രണ്ടിലും സൈഡിലൊക്കെ ഇങ്ങനെ ചുറ്റും പാടങ്ങളാണ് കേട്ടോ. ഇതിന് കുറച്ചങ്ങനെ മാറിയാണ് കൊല്ലങ്കോടൊക്കെ വരുന്നത്. ഈ ഒരു പാടത്താണ് ആ പ്രസിദ്ധമായ നെന്മാറ വെടിക്കെട്ടൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ പാലക്കാട് ജില്ലയിലെ നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന കേട്ടോ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ ഏകദേശം 6 മണി ആവണു. ഞങ്ങളിവിടെ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി വന്നതാ. എൻ്റെ കൂടെ അഖിലുണ്ട്. അഖില്, ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് ഇവിടെ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അഖിലുണ്ട് കൂടെ. ഞാനും അഖിലും കൂടിയാണ് ഇങ്ങനെയുള്ള യാത്രകൾ കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുക്കാറ്. ഇതാണ് ഭഗവതി ക്ഷേത്രം വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആടാ വലിയൊരു കുളം വരുന്നത്. ഈ ഒരു പാടത്താണ് മിക്കവാറും വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മലയാണ്, നെല്ലിയാമ്പതി മലനിരകൾ എന്നൊക്കെ പറയുന്നത്. ഇവിടുന്ന് കുറച്ചാണ്ട് പോയി റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വഴി ഇങ്ങനെ അവിടെ പോകുന്നതാണ് പോത്തുണ്ടി ഡാമിലേക്കൊക്കെ പോകുന്ന വഴി കേട്ടോ. അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിന്നുള്ളൊരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ലാത്ത കിടലൻ വ്യൂ ആട്ടോ. നമുക്കിനി ഇതിലങ്ങോട്ട് പോയിട്ട് ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാം. മിക്കവാറും ഈ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മൾ എപ്പോഴും എല്ലായിടത്തും കാണുന്നൊരു വ്യൂ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കേട്ടോ ഈ ഒരു വ്യൂ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിങ്ങനെ അവിടെയാണ് കേട്ടോ. ആ വഴിയാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിലേക്കൊക്കെ പോകുന്ന വഴി. അപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ നടന്നിറങ്ങി ഇങ്ങനെ ഇവിടെ വന്നു എന്നുള്ളൂ കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശം കാണാനായിട്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ നെന്മാറയിലാണ് പുരാതനമായ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെന്മാറ വല്ലങ്ങി വേലകളെപ്പറ്റി കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. വേലകളുടെ വേലയായ നെന്മാറ വേല ആദിപരാശക്തിയും ശക്തി സ്വരൂപിണിയുമായ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ഉത്സവമാണ്. നെന്മാറ വല്ലങ്ങി ദേശക്കാർ ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. കേരളത്തിൻ്റെ നെല്ലറയും ഗ്രാമീണ ചിന്തകൾ കാത്തു സൂക്ഷിക്കുന്നതുമായ നാടാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയാണ് കുടകരനാട്. നെന്മാറ, വല്ലങ്കി, വിത്തലശ്ശേരി, തിരുവിയാട്, അയിലൂർ ദേശങ്ങൾ ചേർന്ന കുടകരനാട്. പൂർവ്വ നന്മകളെ എന്നും ആചരിക്കുന്ന നാടാണ് കുടകരനാട്. മലയാള മാസം മീനം 1 മുതൽ 20 വരെ നെന്മാറ വല്ലങ്കി ദേശക്കാർക്ക് ഉത്സവങ്ങളുടെ ദിനരാത്രങ്ങളാണ്. ദേശത്തിൻ്റെ ദേവതയായ നെല്ലിക്കുളങ്ങര ഭഗവതിയെ വണങ്ങുന്ന വേലക്കാലം പൂരങ്ങളുടെ പൂരമെന്ന് തൃശ്ശൂർ പൂരത്തെ പറയുന്ന പോലെ വേലകളുടെ വേലയാണ് നെന്മാറ വേല. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പുറത്ത് നാലമ്പലത്തിന് പുറത്ത് ഇവിടെ സർപ്പങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. നാഗരാജാവ്, അതാണ് ക്ഷേത്രം. അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ അനുവദനീയമല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ. വേറെ അകത്തെ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. ഇനി പുറത്ത് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ടെന്നാണ് അവിടെ ഒരു ചേട്ടനായിട്ട് സംസാരിച്ചൊക്കെ കണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പാലമരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാടമാണ്. കരിമ്പനകൾ ഒക്കെ ഉണ്ട്. മുകളിൽ ആദനാട്. ഇതിൻ്റെ മേളിലല്ലേ?
ഈ മലയുടെ മുകളിലല്ലേ? ഞാനത് എവിടെയോ വായിച്ചിരുന്നു. ഈ മലയുടെ മുകളിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആദനാട് അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ട്രക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറാം. ഇതിപ്പോൾ ഈ നേരം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇനി ഒരു ദിവസം വരുമ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ എടുക്കാം കേട്ടോ. ആണല്ലേ? ആ ആ ആ ഇവിടെ വരുന്നുണ്ടല്ലേ? ആ വരുമല്ലേ? എല്ലാ ദിവസവും തുറക്കുന്നതാണോ അത്? അല്ല അല്ലേ, തുറക്കുമല്ലേ? ആദനാട് അയ്യപ്പ ക്ഷേത്രമല്ലേ? ഒരു ദിവസം പോകണം. അതപ്പോൾ ഏതിലാണ് പോകുന്നത്? ആ കയറാമല്ലേ? ശരി. ഇവിടെ ഇങ്ങനെ ചുമരുമേ ഓരോരോ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി, പെരിങ്ങോട്ടുകാവ് ഭഗവതി. ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ് ഇത്. മഹാദേവൻ്റെ ചിത്രമുണ്ട്. ആ ഇവിടെയാണ് അയ്യപ്പസ്വാമി വരുന്നത്. അകത്ത് ഭഗവതിയും ഗണപതിയുമാണ് കേട്ടോ. നെല്ലിക്കുളങ്ങര ഭഗവതിയും ഗണപതിയാണ് നാലമ്പലത്തിനുള്ളിൽ വരുന്നത്. അയ്യപ്പസ്വാമി പൂർണ്ണ പുഷ്പകലയോട് കൂടിയ ശാസ്താവ് ഇതാണ് ഇവിടെ. ദേശസ്ഥാനീയനായ മൂപ്പിൽ നായർ നെല്ലിക്കുളത്ത് മലയിൽ തപസ്സു ചെയ്ത് നേടിക്കൊണ്ടുവന്ന സൗഭാഗ്യമാണ് ഇവിടുത്തെ ദേവി സാന്നിധ്യമെന്നാണ് വിശ്വാസം. സംപ്രീതയായ ദേവി മൂപ്പിൽ നായരുടെ അഭ്യർത്ഥന മാനിച്ച് ദേശത്തേക്ക് വന്നുവത്രേ. തൻ്റെ കുട കരയിൽ വെച്ച് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി കുട പൊക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൊക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ദേവപ്രശ്നം നടത്തിയപ്പോൾ ദേവി സാന്നിധ്യമുണ്ടെന്നും ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും തീർപ്പായി. ആ പ്രദേശമാണ് ഇപ്പോഴത്തെ മൂലസ്ഥാനം. പിന്നീട് മൂലസ്ഥാനത്തെ ദേവിയെ നെന്മാറ നെല്ലിക്കുളങ്ങരയിൽ പ്രതിഷ്ഠിച്ചുവത്രേ. അതാണ് ഇപ്പോഴത്തെ നെല്ലിക്കുളങ്ങര ദേവീക്ഷേത്രം. മീനമാസം 1-ാം തീയതിയോടെ ദേശക്കാരെല്ലാം വേലപ്പെരുമയിൽ ഉണരും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും നെന്മാറ ദേശക്കാർ നാട്ടിലെത്തും. വേലയുടെ നിറവിൽ അവർ അവരെ തന്നെ അടയാളപ്പെടുത്തുകയാണ്. അന്യദേശത്ത് നിന്നും ആളും ആരവവും വേലക്കമ്പക്കാരും നെന്മാറയിൽ എത്തുകയായി. ഐതിഹ്യത്തിനപ്പുറം നിൽക്കുന്ന ഒരു സാംസ്കാരിക മഹത്വം കൂടിയാണ് നെന്മാറ വല്ലങ്കി വേല. കൂറയിടൽ ചടങ്ങോടെയാണ് നെന്മാറ വേലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീടുള്ള 20 ദിവസം ദാരിക നിഗ്രഹം കളംപാട്ടുണ്ടാകും. വനത്തിൽ വെച്ച് ദേവി ദാരികനെ എതിരിട്ടതിൻ്റെയും ഒടുവിൽ നിഗ്രഹിച്ചതിൻ്റെയും തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെയും ഓർമ്മയാണ് നെന്മാറ വേലയുടെ പൊരുൾ. നെന്മാറ വല്ലങ്കി വേലയ്ക്ക് നടക്കുന്ന വെടിക്കെട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത നെന്മാറ വേലയിൽ പങ്കെടുത്ത് വേലയുടെ കാഴ്ചകളെല്ലാം വീഡിയോയിൽ പകർത്തണമെന്ന ആഗ്രഹവുമായി ക്ഷേത്രത്തിൽ നിന്നിറങ്ങുകയാണ്. പാലക്കാട് ജില്ലയിലുള്ള നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച്.
ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.